ലഹരി ഇടപാട് പരിശോധനയ്ക്കിടെ സഹോദരൻ അറസ്റ്റിലായ സംഭവത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിനെതിരെ CPIM രംഗത്ത് വന്നു. പി.കെ. ബുജൈറിന്റെ കൂട്ടുപ്രതി റിയാസിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത് CPIM നേതാക്കളാണെന്ന് ഫിറോസ് കള്ളം പ്രചരിപ്പിക്കുന്നതായി കുന്ദമംഗലം ഏരിയ സെക്രട്ടറി പി. ഷൈബു പറഞ്ഞു. സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന്. സമീർ, വിശദാംശങ്ങൾ. SKN മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജൈർ അറസ്റ്റിലായി. ആ വ്യക്തി അതുമായി ബന്ധപ്പെട്ടപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. ഈ വേളയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് പി.കെ. ഫിറോസ് മാധ്യമങ്ങളെ കണ്ടത്. ആ വേളയിൽ അദ്ദേഹം പറയുന്നത് ഈ വ്യക്തി, അതായത് പി.കെ. ബുജൈറും അതുപോലെ തന്നെ ഈ കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള റിയാസ് തൊടുകയിലുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരുന്നത്. ഇതിൽ ഈ റിയാസ് തൊടുകയിലിനെ രക്ഷപ്പെടുത്താൻ CPIMന്റെ നേതാക്കൾ ഇടപെട്ടു. അങ്ങനെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ അവിടെ എത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് കുന്ദമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയത്. അതേസമയം തന്നെ ബുജൈറിനെ പക്ഷേ ജാമ്യം കിട്ടിയില്ല. ആ വ്യക്തിക്ക് പിന്നീട് പുറത്തിറങ്ങാനും കഴിഞ്ഞില്ല, റിമാൻഡിലാവുന്ന സാഹചര്യമുണ്ടായി. ഈ വിഷയത്തിലൊക്കെ തന്നെ വ്യക്തമാവുന്നത് CPIMന്റെ ഇടപെടലാണ് എന്നുള്ള ഒരു വിമർശനമാണ്, അത്തരത്തിലുള്ള ഒരു ആക്ഷേപമാണ് പി.കെ. ഫിറോസിന്റെ ഭാഗത്ത് നിന്ന് വന്നത്. അതിനെതിരെയാണ് ഇപ്പോൾ കുന്ദമംഗലം ഏരിയ സെക്രട്ടറി പി.കെ. ഷൈബു ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ആ വാർത്താക്കുറിപ്പിൽ അദ്ദേഹം പറയുന്നത് പി.കെ. ഫിറോസ് പറയുന്നത് കള്ളമാണ്. റിയാസുമായി CPIMന് ഒരു ബന്ധവുമില്ല. മാത്രമല്ല, റിയാസിനെ രക്ഷപ്പെടുത്താനോ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോകാനോ CPIMന്റെ നേതാക്കൾ ഇടപെട്ടിട്ടുമില്ല. ഇത്തരം ഒരു സാഹചര്യമാണ് ഉള്ളത്. മാത്രമല്ല, ഫിറോസ് പറയുന്ന ഒരു രാഷ്ട്രീയം വെച്ച് പറയുമ്പോൾ ഈ CPIM പ്രവർത്തകനാണ് റിയാസ് എന്നുള്ള കാര്യമാണ്. അപ്പോൾ തന്നെ മറ്റൊരു കാര്യമുള്ളത്, ബുജൈറിനും മുസ്ലിം ലീഗുമായി ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യവും പി.കെ. ഫിറോസ് പറയുന്നുണ്ട്. എന്നാൽ ബുജൈറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ നിലപാടും ഒക്കെ പരിശോധിക്കുമ്പോൾ മുസ്ലിം ലീഗുകാരനാണ് എന്ന് വ്യക്തമാവുന്നു എന്നാണ് CPIM പറയുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മുഖ്യമന്ത്രിക്കെതിരെയും അതുപോലെ തന്നെ മുൻ MLA M. സ്വരാജിനെതിരെയും ഒക്കെ നിരന്തരം ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ച സംഭവങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നത് ബുജൈറും മുസ്ലിം ലീഗ് അനുഭാവി തന്നെയാണ് എന്ന കാര്യമാണ് എന്നും CPIM പറയുന്നു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള അന്വേഷണം വേണം. ഒരു വിധത്തിലും CPIM ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുമില്ല എന്ന കാര്യമാണ് ഇപ്പോൾ പ്രസ്താവനയിൽ CPIM കുന്ദമംഗലം ഏരിയ സെക്രട്ടറി വ്യക്തമാക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു സമീർ സി മുഹമ്മദ്.